കഴിഞ്ഞ വർഷം പൗരത്വ നിയമത്തിനെതിരെ നടന്ന സമരത്തിൽ പോലീസ് കേസെടുത്ത ആളുകളാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള 22 പ്രതികളെ വെച്ചുകൊണ്ട് പോലീസ് കേസെടുത്തു. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി കേരള നിയമസഭയിലും അതുപോലെ പത്രപ്രവർത്തകരോടൊക്കെ പ്രഖ്യാപിച്ചത് പൗരത്വ നിയമത്തിനെതിരെ നടന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ആ കേസ് വിളിക്കുകയും കോടതിയിൽ നിന്ന് നോട്ടീസും സമൻസും വരികയും ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ മാനന്തവാടി കോടതിയുടെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വെറുതെ രാഷ്ട്രീയമായി വോട്ട് തട്ടാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കേസ് പിൻവലിക്കണം. ഈ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കായിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കേസ് പിൻവലിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതോടൊപ്പം ഈ പറഞ്ഞത് കളവാണെങ്കിൽ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് സമൂഹം കാണണം ഇത്. കാരണം ഞങ്ങൾ ഇത് പിൻവലിച്ചു എന്ന ആശ്വാസത്തിലായിരുന്നു നിന്നിരുന്നത്. എല്ലാ കേസുകളും പിൻവലിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിൽ മറ്റ് ഒഫൻസുകളൊന്നുമില്ല. എന്തെങ്കിലും സർക്കാരിൻ്റെ എന്തെങ്കിലും നശിപ്പിച്ചതോ പൊതുസ്വത്ത് നശിപ്പിച്ചതോ ഒന്നുമില്ല. കേവലം സമരം നടത്തിയ ഒരു കേസാണ്. ഈ കേസിന് ഇങ്ങനെ തുടർ നടപടികളും അതുപോലെ ജാമ്യം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം ഈ സമരത്തിൻ്റെ ഒരു പ്രധാന വിഷയം ഉണ്ട്. കേരളത്തിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു സമീപനം